എടാ ജെറി നീയെല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഞാനെന്തിനു പഠിക്കും? ഞാനെന്തിനു ജയിക്കും? എന്റെ ഇളയാപ്പ അടുത്ത ദിവസം ദുബായിന്ന് വല്ലേ എനിക്ക് ദുബായിലേക്ക് പോലൊരു വിസ റെഡിയാക്കി തരാന്നാ പറഞ്ഞേക്കണേ. ഈ ദുബായ് പോയി ചോദിക്കാനുള്ള ഞാൻ എന്തിനാളിയെ ടെസ്റ്റ് ചെയ്തേ? പുറപ്പെട്ടോ? അതൊക്കെ എന്തിനാ നീ അറിയണേ? നീ ഒരു കാര്യം ചെയ്യേ, ഈ ബുക്കൊക്കെ കൊണ്ടുപോയി തൂക്കി വെച്ച പാവങ്ങൾക്ക് അന്നദാനമായിട്ട് കൊടുക്കുക. അത്രയെങ്കിലും ഉപകാരമാവട്ടെ. ഇളയപ്പുള്ളി ഒരു മിനിറ്റ്. السلام عليكم يا رفا. الحمد لله كيف حال؟ ايوه 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 الحمد لله الحمد لله الحمد لله. എടി ശ്രുതി, ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പഠിച്ചോണ്ടിരിക്കുമ്പോ എന്നെ ശല്യം ചെയ്യരുതെന്ന്. സ്നേഹം കൊണ്ടല്ലേ എടി? അയ്യടാ എടി, ഞാൻ ഈ കോളേജ് കഴിഞ്ഞ് KPSCയിൽ പോയാലോ എന്ന് ചിന്തിക്കുക. അതെന്താ, അഭിനയിക്കാൻ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ? അഭിനയിക്കാനോ? ആർക്ക് അഭിനയിക്കാൻ? നീയല്ലേ പറഞ്ഞത് ഇപ്പൊ KPSCയിൽ എടുക്കാവണോന്ന്? അയ്യോടി മണ്ടി, ഞാൻ അതല്ല, കളക്ടറിനുള്ള പഠിത്തമാണ് പറഞ്ഞേ. ഇവളൊക്കെ എന്തിനാണാവോ രാവിലെ കൊടുത്തൊരുങ്ങി വരുന്നത്? ഇന്ന് ചേച്ചിയുടെ വീട്ടിലെ പത്രക്കാരൻ നേരത്തെ വന്നില്ല. ഇന്നലത്തെ പാലി പിരിഞ്ഞുപോയി. അപ്പുറത്തെ വീട്ടിലെ ഗായത്രി പത്രാസാരിയാണ്. അവരുടെ മോള് എന്നും ടൂറിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോണ്ട്. എങ്ങോട്ടാണെന്നോ എവിടേക്കാണെന്നോ അറിയില്ല. ഇത്രയല്ലേ ഉള്ളൂ. പഠിച്ചോ. ഞാൻ നീതിയോടെല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? കോളേജ് കഴിഞ്ഞാൽ ഞാൻ ഏട്ടനോട് പോകുന്നു. നന്നായി മോളെ, ഒരാളോടെങ്കിലും പറഞ്ഞത് നന്നായി. അനിയത്തി പിന്നെ 1ാം ക്ലാസ്സിലായതുകൊണ്ട് അധികം പബ്ലിസിറ്റി കൊടുക്കില്ല. ഇനിയെങ്കിലും എന്നോട് പറഞ്ഞൂടെ നമ്മളെങ്ങോട്ടാ പോകുന്നതെന്ന്? വേണ്ട, കലിപ്പനും കാന്താരി ഒളിച്ചോടിയ ട്രോളന്മാർ വഴി ലോകം അറിയും. അപ്പം അറിഞ്ഞാൽ മതി നീയും. അപ്പോൾ എല്ലാവരും പറഞ്ഞു വല്ല പ്രശ്നമായാലോ? പ്രശ്നം? എൻ്റെ ചങ്കിലെ ശ്വാസം നിലയ്ക്കും വരെ പെണ്ണെ നിന്നെ ഒരുത്തനും തൊടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈദരാബാദ് പോയാലോ? ആരും അറിയത്തുമില്ല, ഏട്ടന് അവിടെ ഒരു ജോലിയും കിട്ടാതിരിക്കില്ല. നിനക്കറിയില്ലേ പെണ്ണെ, ഈ സ്വഭാവ അഭിനവ് ഒരാളുടെ അടിമപ്പണി ചെയ്യില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാ ജീവിക്കുക? നമ്മൾ പോകുന്ന സ്ഥലത്തെ പാർട്ടിയെ പിന്തുണച്ച് നമ്മൾ ജീവിക്കും. ആ പാർട്ടിയുടെ പേര് ലോകം മുഴുവൻ പടർത്തി നമ്മൾ മുന്നോട്ട് പോകും. ഓ ഭയങ്കര. കൈ കൊണ്ടുപോവാ. ഈ വര ഉണ്ടോ? ഈ വര ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പരിപാടിക്കാൻ പോണേ. എൻ്റെ കൈകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വര ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ലൈഫ് സെറ്റ്. നിന്റെ ഈ വര നേരെ പോകുന്ന കുഴിയിട്ടാണല്ലോ. അത് ശരി, പോയി അർച്ചനെ. എടാ പബ്ജി കളിക്കാം. ആ പോടാ, എന്നെ കൂടി വഴിതിരിച്ചാലേ നിനക്ക് സമാനാവുള്ളൂ. പ്രൈവറ്റ് കോളേജ് അന്ന് കരുതി ചുമ്മാ വന്ന് പോവാന്ന് കരുതാ. ഇപ്പൊ ലോക്കായി. കൂടെ കുറെ മുതുക്കന്മാരും. ഈ ലീഡറുകളെ നിനക്കൊന്ന് വസ്താക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ പരദൂഷണം ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ചേച്ചിക്ക് ലീഡറൊന്നും മെരുക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റും പറ്റും പറ്റും. എന്നിട്ട് വേണം എന്നെ ഇവിടെ നിന്നെടുത്ത് പുറത്താക്കാൻ. അവൻ പഠിക്ക്, പ്രിൻസിയുടെ പ്രിയപ്പെട്ടവൻ. എന്റെ പൊന്നു മോനെ, ഈ ഡിഗ്രി എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായിട്ട് വേണം എനിക്ക് എന്റെ കെട്ടിയാന്റെ വീട്ടിലോട്ട് മടങ്ങി പോകാനെന്നുള്ള ഊരെ കൊടുക്കലാണ് ഞാൻ. അല്ലേലും എല്ലാ കോളേജിലും കാണും ആർക്കും ഗുണമില്ലാത്ത ലീഡർ തേണ്ടി. ക്ലാസ് ടെസ്റ്റ് ഉണ്ടോ? സാറിപ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിക്കല്ലേ?
നിന്നെയൊക്കെ പഠിപ്പിച്ചാണെന്ന് പറയാൻ എനിക്ക് നാണമാകുന്നതാ. തമ്മിൽ തല്ലിയും പിടിച്ചു പറിച്ചും ഉണ്ടാക്കുന്ന കാശൊന്നും നിലനിൽക്കില്ല. നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കണം. അതിന് നിങ്ങൾ ഇനിയും പഠിക്കണം. മനസ്സിലായോടാ? അപ്പൊ ബാക്കി നാളെ പറയാം. സർ, പ്രൊജക്റ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊജക്റ്റ് വെച്ചവരെല്ലാവരും എൻ്റെ റൂമിലേക്കും അല്ലാത്തവര് പ്രിൻസിന്റെ റൂമിലേക്കും വന്നു. സാറേ ഈ പീരീഡ് ഫ്രീയാ. സാറേ ഹോംവർക്ക് സാറേ റെക്കോർഡ് എഴുതെടുത്തു. സാറേ എല്ലാവരും പേപ്പർ വാങ്ങട്ടെ. ഇവനോട് കോച്ചാലോ? മാഷ് പറഞ്ഞത് നീ മറന്നാ? ഇതിൽ പിടിക്കണില്ലാട്ടാ. നീ ഒന്ന് ക്ഷമിക്കടാ, ഒന്ന് ക്ഷമിക്കുക. എന്താണത്? പണ്ടങ്ങ് പുള്ളി 2 ഗ്ലാസ് ഒഴിച്ചു വന്നിട്ട് ഇത്രയ്ക്കും ബഹുമാനം കൊടുക്കണ? പുള്ളിയുടെ ചെളിക്കണത്തിൽ എറിഞ്ഞ ഈ നേരോട് 10 കാശുണ്ടാക്കായിരുന്നു. എന്നാലും വിദ്യാഭ്യാസമൊക്കെ വേണ്ടവേ നമുക്ക്. നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനം, ഇനി അത് മാറില്ല. പിന്നെ ഇവിടെ പഠിച്ചുകൊണ്ട് പാർട്ട് ടൈം കൊട്ടേഷൻ ചെയ്യാലോ. അത് മതി. പക്ഷെ എനിക്ക് മനസ്സിലാക്കുന്ന നമ്മളെ പഠിപ്പിക്കാൻ തന്നെ വിനീത് സാറ് പുള്ളി കോണ്ടാക്ട് അല്ലേ? പിന്നെ എന്തിനാണോ പുള്ളി നമ്മളെ പഠിപ്പിക്കാൻ തന്നെ? അതെ, കാശെന്നൊരു സാധനം വന്നെടുക്കാൻ ഞാൻ ആർത്തി കഴിക്കണം. അതുണ്ടാക്കാൻ പല വഴികളും നോക്കും. ടെസ്റ്റ് നടത്തണ ഏത് സബ്ജക്റ്റ് ആണാ? ഭൗതികശാസ്ത്രം. എന്തായിരുന്നു എന്റെ അഹങ്കാരം. എന്റെ ബുക്ക് എവിടെയാണാ? നോക്കിയെടുത്ത് പഠിക്കണം. എന്താ പറ്റിയേ? ഈ കോഴ്സ് കഴിഞ്ഞ് എന്ത് പഠിക്കാൻ പോകുന്ന ആലോചിച്ചിട്ടുണ്ടാണ്? എനിക്കപ്പാ എന്ത് ഫീൽഡ് ഇഷ്ടം? ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. എന്താ പിന്നെ അതിനോ കൂടെ? ഏയ് അതൊന്നും നടക്കില്ലടാ. ഇതൊക്കെ പഠിക്കണേ ഭയങ്കര കാശാ. നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കണേ? എന്താ? നിങ്ങൾ RCT ഇല്ല. എന്നാ അങ്ങനെ ഒന്നുണ്ട്. റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ സംഭവം ഉണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ ഉണ്ട്. മച്ചാനെ അത് മറ്റേ ഫ്രീ ആയിട്ട് പഠിക്കുന്ന കോഴ്സല്ലേ? ആടാ എനിക്കറിയാം അതിനെപ്പറ്റി. അവിടെ അത് മാത്രമല്ല വേറെ കോഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ലോൺ വേണമെങ്കിൽ അവർ തന്നെ സെറ്റാക്കി തരും. ഇതെവിടെയാ സ്ഥലം? എടാ RCT കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ട്. നീ കൊള്ളാലോടെ വന്നു. നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോട് പോകാൻ ചെറിയനോട് പറഞ്ഞു വിട്ടാണല്ലോ. നിങ്ങൾ പോയിക്കോട്ടോ. അത്തേണ്ടി നോക്കിട്ട് പണിതാടാ. അവനൊരു ദുരന്തേശം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇവനെ പൂട്ടാൻ ആരുമില്ല ഇവിടെ. ചേട്ടാ നാളെ വരൂല്ലേ? ഓണർക്കാ എന്താ പറ്റിയേ? കഷ്ടം തന്നെ. എന്ത് പറ്റിയില്ലേട്ടാ? അപ്പനോട് ശത്രുതയുള്ള ആരോ കൊട്ടേഷൻ കൊടുത്തതാ. പോലീസ് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ? ഇന്ന് വിനീത് സാറിന്റെ ക്ലാസ്സസ് ഉണ്ട്. അത് എഴുതിയില്ലേ ഒരു സമാധാനം കിട്ടൂല. ഇതെന്നെ വീട്. ഇത് തന്നെ വീട്. എഞ്ചിനും ഭാര്യയും പിള്ളേരും ഉണ്ട്. എല്ലാത്തിനും നേരത്തെ കൊടുക്കാൻ ഓർഡർ. നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരെ ടോപ്പ് ക്ലാസ് പണി കൊടുത്തു. അതെ അതെ. എന്നാലും കൊട്ടേഷൻ കിട്ടാൻ മാത്രം ഇവന്റെ അപ്പം ഇവനൊക്കെ കൂടെ ആയിരിക്കും. ഇത് നമ്മുടെ ജീസം പാക്കിട്ട് പണിയാ. പുള്ളിയാ നമുക്ക് കുറച്ച് തന്നു. അപ്പൊ ഇവനെ തല്ലാൻ പായ്ക്കാരേക്കും കൊട്ടേഷൻ കൊടുത്തു. സാറേ
മൂപ്പര് നമ്മളെ കയ്യിൽ നിൽക്കില്ല. വീട്ടിൽ കയറി ഒരു പണിയും കൊടുക്ക്. ബാക്കി കാര്യം ടീച്ചറേറ്റു. ഓക്കെ ഓക്കെ സാറേ. ഹലോ